മിനിസ്റ്റർ പറയട്ടെ, മിനിസ്റ്റർ പറഞ്ഞോളൂ. ഏയ് മിനിസ്റ്റർ പറയുന്നുണ്ട്. മിനിസ്റ്റർ പറഞ്ഞോ. ഭരണഘടന അങ്ങ് മുൻകൈയെടുത്തുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് മുൻപ് ഈ ബഹുമാനപ്പെട്ട മെമ്പർമാരെ ഭരണഘടന പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ സഭ കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ. സാർ, 2023-24 അധ്യയന വർഷം മുതൽ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന വശങ്ങൾ ഇനി പറയുന്നതാണ്. മന്ത്രി ശിവൻകുട്ടി സഭയിൽ സംസാരിക്കുമ്പോഴാണ് സഭ കലുഷിതമായത്. തുടർന്ന് സഭാ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. വലിയ പ്രതിപക്ഷ ബഹളമാണ് സഭയിൽ ഉണ്ടായത്. സ്വർണ്ണക്കൊള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആണ് പ്രതിഷേധ പ്രകടനവും മുദ്രാവാക്യം വിളികളും ഉയർന്നത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്. എന്നാൽ തിരിച്ചും അതിനെതിരെ ചോദ്യോത്തരവേളയിൽ സംസാരിക്കാൻ എഴുന്നേറ്റവരൊക്കെയും ഭരണപക്ഷത്തുള്ളവരൊക്കെയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. പ്രതിപക്ഷം കാണിക്കുന്നത് ശരിയല്ല, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആ പാട്ട് ഇങ്ങനെയല്ല പാടേണ്ടത്, തിരിച്ച് സോണിയാഗാന്ധിയാണ് അവരെ സംരക്ഷിക്കുന്നത് എന്ന തരത്തിൽ അത് മാറ്റി പാടേണ്ടതാണ് എന്നതടക്കം തിരിച്ച് മറുപടി നൽകുകയും ചെയ്യുകയുണ്ടായി. പ്രശാന്ത് തുടരുന്നു. പ്രശാന്ത്, പറയൂ. ചോദ്യോത്തരവേളയിൽ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അൻവർ സാദത്ത് MLA സ്പീക്കറുടെ ഡയസിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ ഡയസിന്റെ അതിർത്തി കടന്നകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെയാണ് വാച്ച് വാർഡ് ഇടപെട്ടത്. അൻവർ സാദത്തിനെയും മറ്റംഗങ്ങളെയും തള്ളി പുറത്തേക്ക് നീക്കിയത്. ഈ അവസരത്തിൽ പ്രതിപക്ഷത്തിന്റെ നിയമസഭയ്ക്കകത്തുള്ള പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറി. ഉടൻ തന്നെ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെച്ച് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. എന്തായാലും ഇനി സ്പീക്കർ മടങ്ങിയെത്തുന്നത് ശൂന്യവേളയിലായിരിക്കും. ശൂന്യവേളയിൽ നിന്ന് അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങൾ സഭാ നടപടികളുമായി മുന്നോട്ട് പോകാൻ സ്പീക്കർ എത്തുമ്പോൾ പ്രതിപക്ഷം തുടരാൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മാത്രമല്ല, ആ അവസരത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും സഭ പ്രക്ഷുബ്ധം തന്നെയായിരിക്കും. ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നതുകൊണ്ട് മറ്റ് പ്രതിഷേധങ്ങളില്ല. എന്നാൽ 10 മണി മുതൽ വീണ്ടും പ്രതിഷേധം പുനരാരംഭിക്കും. സ്പീക്കർ ഇന്ന് ഈ സഭാ നടപടികളുമായി മുന്നോട്ട് പോകാതിരിക്കാനുള്ള തരത്തിലുള്ള പ്രക്ഷോഭമായിരിക്കും പ്രതിപക്ഷം മുന്നോട്ട് പോകുക.